ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ശഅബാൻ അവസാനിച്ച് റമദാനിന്റെ നമ്മുടെ പരിപാടികളിലേക്ക് എത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് വല്ലാത്തൊരു നസീഹത്ത് സമ്പൂർണ്ണമായ ഉപദേശം നൽകിയിരുന്നു എന്ന് നമുക്ക് കാണാം. സൽമാൻ ഇബ്നു ഫാരിസ് റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ സൽമാൻ ഇബ്നു ഫാരിസ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ആഖിരി യൗമിൻ മിൻ ശഅബാൻ, ശഅബാനിന്റെ അവസാന ദിനരാത്രങ്ങൾ വന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പൂർണ്ണമായ ഉപദേശം നമുക്ക് നൽകുമായിരുന്നു. എന്നിട്ട് റസൂൽ പറയും, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദഅലക്കും ശഹറുൻ അദീം, വലിയൊരു മാസം നിങ്ങൾക്ക് വരാൻ പോകുന്നു, വലിയൊരു മാസം നിങ്ങൾക്ക് വരാൻ പോകുന്നു. ശഹറു മുബാറകുൻ ശഹറുൻ ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിവസം അതിലുണ്ട് സഹാബ. ശഹറുൻ ജഅലല്ലാഹു സിയാമഹു ഫരീദ, ആ ദിവസത്തെ പകലന്തികളിൽ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. വഖിയാമ ലൈലത്തുൻ തതവ്വ, അതിന്റെ രാത്രികളിൽ തറാവീഹ് നമസ്കാരം പോലുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ നിങ്ങൾക്ക് സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ഇങ്ങനെ സാരസമ്പൂർണ്ണമായ പ്രഭാഷണം നടത്തുമായിരുന്നു എന്ന് സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മുഅ്മിനീങ്ങളെ, ആഗതമാകുന്ന റമദാൻ നമുക്ക് വല്ലാത്ത ആശ്വാസമാണ്. ഈ കൊടും ചൂടിൽ മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് വല്ലാത്തൊരു തണൽ വൃക്ഷം കിട്ടുകയും അതിന്റെ മൂട്ടിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് ആ കൊടും ചൂടിൽ അവൻ തണലിൽ നിന്നും അവൻ അല്ലാതെ ആശ്വാസം നേടുന്നത് പോലെ 11 മാസക്കാലം പാപക്കറകളിലൂടെ ചൂടിൽ നിന്നും അതിൽ നിന്നുള്ള വല്ലാത്ത മോചനം നേടുന്ന വല്ലാത്തൊരു തണൽ വിരിക്കുന്നതായ വൃക്ഷമാണ് മുഅ്മിനീങ്ങളെ വിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, പിന്നെ വല്ലാത്ത വലിയൊരു മാസമാണ് എന്ന് പറഞ്ഞു. വലിയ മാസമാണ്. ആ യുദ്ധം ഹറാമാക്കപ്പെട്ട പവിത്രമായ 4 മാസങ്ങൾ ഉൾപ്പെടുന്ന കഴിഞ്ഞുപോയ 11 മാസങ്ങളുടെ നേതാവാണ്, സയ്യിദുൽ ശുഹൂറാണ് റമദാൻ മാസം. നമ്മുടെ വെള്ളിയാഴ്ച ദിവസം ഒരാഴ്ചയുടേതായ നേതാവായതുപോലെ ഒരു വർഷത്തിൻ്റെതായ 11 മാസങ്ങളുടെ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന സയ്യിദുൽ ശുഹൂറാണ് നമ്മൾ കടക്കാൻ പോകുന്നതായ വിശുദ്ധമായ റമദാൻ മാസം. മൂന്നാമത്തത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും. ആരാ ആഗ്രഹിക്കാത്തത്? നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായ തൊഴിൽ മേഖലകളിൽ, സാമ്പത്തിക മേഖലകളിൽ, മക്കളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മൾ ഉൾപ്പെടുന്ന നമ്മുടെ സർവ്വ മേഖലകളിലും ബർക്കത്ത് വേണം, ഐശ്വര്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തത് ആരുണ്ട് മുഅ്മിനീങ്ങളെ? നമുക്ക് ഈ ദുനിയാവിയായ ജീവിതത്തിൽ നാം ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും വല്ലാത്തൊരു ഐശ്വര്യം ഈ വിശുദ്ധമായ റമദാനിൽ നമുക്ക് നൽകപ്പെടുന്നു എന്നുണ്ട് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു